ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോമ്പ് 9ൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് സമയം അവൻ്റെ കൂടെ കളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നാരങ്ങ വെള്ളത്തിൻ്റെ ഒക്കെ തൊണ്ട് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് നിറഞ്ഞ് പാകമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് അച്ചാറിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ച് നേരത്തെ പോകുന്നത്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു തിരക്കിലാണ് ഞാൻ സൗണ്ട് കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് ആണെങ്കിലും മ്യൂസിക്കിൻ്റെ നമ്മൾ വോയിസ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് അവിടെ കുറച്ചിട്ടാണ് ചെയ്യാറ്. ആ ഒരു സൈഡ് ഭാഗത്ത് മാത്രം സൗണ്ട് കുറക്കാൻ വിട്ടുപോയി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടാമത് ആ വീഡിയോ എടുത്ത് കേട്ട് നോക്കണത്. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ആരും കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കണു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണ വീഡിയോയിലൊക്കെ അത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി അച്ചാറിട്ട് കഴിയാനായിട്ടുണ്ട്. അപ്പോഴത്തേനും ഉമ്മ അവിടെ പത്തിരിയുടെ ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കണത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചോറാണ്. അപ്പോൾ ഇടയിൽ ഒരു ദിവസം പത്തിരി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്തിരി ഉമ്മ ചുടണുണ്ട്. അപ്പോൾ പത്തിരി മുട്ടക്കറിയാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് പത്തിരി ആയതുകൊണ്ട് തന്നെ സ്നാക്സ് ഒന്നും വേണ്ടാന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ അതൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ജ്യൂസ് കുറച്ച് കാര്യമായിട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പാലെടുത്തിട്ട് തിളപ്പിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് തണുത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പാല് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് പകുതി പാല് ജ്യൂസിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. പകുതി പാല് നമ്മൾ കസ്റ്റാർഡൊക്കെ മിക്സ് ചെയ്തിട്ട് അന്ന് ഉണ്ടാക്കിയ പോലത്തെ അല്ല, അതിനേലും കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അതുപോലെയൊക്കെ നമുക്ക് കുറച്ച് ലൂസ് ആണെന്നാൽ ഒരുപാട് തിക്കുമല്ല. നമ്മുടെ കസ്റ്റേർഡ്, ഫ്രൂട്ട് കസ്റ്റേർഡ് എന്ന് പറയാനും പറ്റില്ല. അതിനേലും കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉള്ളൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാല് തരണം തന്നെ ഒരുപാട് വറ്റിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള പാലിലേക്ക് നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് സമയമൊന്നും ഇട്ട് നമ്മൾ തിളപ്പിക്കണില്ല. അതിപ്പോൾ ഇത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ടൊന്ന് വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടാനായിട്ട് പാലും നമ്മൾ ഇതൊക്കെ ഒന്ന് വെള്ളത്തിലിറക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ അടുത്ത കറണ്ട് വരവിനെ ഒന്ന് ജ്യൂസ് അടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഷമാമാണ് ഇന്ന് എടുക്കണത്. അപ്പോൾ ഷമാമ ഒന്ന് മുറിച്ച് അത് മാത്രം ഒന്ന് അടിച്ച് വെച്ചാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അതിലേക്ക് പാല് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ വേഗം തന്നെ ഈ ഷമാമൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കറണ്ട് വന്നിട്ട് അപ്പോൾ വേഗം തന്നെ അത് നമ്മൾ അടിച്ച് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് അടിക്കണം കേട്ടോ നമ്മൾ ഇത് അടിക്കുന്ന സമയത്ത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ അതിട്ട് ഇളക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം ഷമാവും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ നാളെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി പരിപാടി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് വേഗം തന്നെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വൃത്തിയാക്കണമൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് മാറ്റി കഴുകിയൊക്കെ ഒന്ന് വെക്കണുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ വേറെയും കുറേ പരിപാടികളൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി അത് കഴിയുമ്പോൾ നമുക്കൊരു പണിയുള്ളത് ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയമായപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ പോവേണ്ട. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണില്ല, കഴിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അതേ നല്ലൊരു മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്നും മഴയുടെ വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ ഫോഴ്സിൽ വെള്ളം വീണ് കിട്ടാറില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പും ഒന്ന് കയറിയുന്നതാണ്. അപ്പോൾ ഉപ്പ വന്നിട്ട് ഇതെന്താണിത്, തലകടിച്ച് വീഴണോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അന്നത്തെ പോലെ തന്നെ നമ്മളിത് മുഴുവനായിട്ട് എടുക്കണില്ല, കുറച്ചെടുത്തിട്ട് ഇന്ന് ഇടത്താഴത്തേക്ക് ചോറാണല്ലോ. അപ്പോൾ അതിനുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ദേ ഇവിടെ ഉമ്മ മുട്ടക്കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എല്ലാവരും ചെയ്യണ ഒരു സാധാരണ മുട്ടക്കറി തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ വന്നിട്ട്, വേഗം തന്നെയല്ല, നമ്മൾ ആ ക്ലീൻ ചെയ്ത സ്ഥലമൊക്കെ വൃത്തിയാക്കി നമ്മുടെ കൈയും ഒക്കെ വൃത്തിയാക്കി വന്നിട്ട് പിന്നെ അതേ ആ ഒരു കസ്റ്റേർഡിൻ്റെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതിലേക്കുള്ള കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പൂവമ്പഴത്തിലാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തേക്കണം. പൂവമ്പഴം ഇവിടെ വാങ്ങിച്ചിട്ട് പഴുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുക്കണുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഉമ്മയും വാപ്പയും വന്നപ്പോൾ വീണ്ടും കൊണ്ടുവന്നേക്കണം പൂവമ്പഴം. അപ്പോൾ പിന്നെ അത് മിഞ്ഞും തലയിലായി. അപ്പോൾ അതും കുറച്ച് ആപ്പിളും അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ അരിഞ്ഞെടുത്തിട്ടുണ്ട്,
പിന്നെ ഒരു 2 ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ആ ഒരു സംഭവത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് അത്യാവശ്യം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു റോസ് മിൽക്കിൻ്റെ കളർ ചെറുതായിട്ടൊന്നൊരു ചേഞ്ചിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും ആവശ്യമില്ല, അത് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല, കളർ മാത്രം എന്നും കഴിക്കണ ഒരു കസ്റ്റേർഡിൻ്റെ കളറൊന്നും മാറി കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട് അതുമാ. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സിലേക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇവിടെ അങ്ങനെ കട്ടിയായിട്ട് ആ ഒരു സമയത്ത് കഴിക്കുന്നതിലും എല്ലാവർക്കും ഇഷ്ടം ഇതുപോലെ ഇങ്ങനെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ഉള്ള സാധനങ്ങളാണ് എല്ലാവരും ഇഷ്ടം. ജ്യൂസാണെങ്കിലും അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ളതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടോപ്പിങ്സ് പോലെ ഇതൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല, ഇത്ര മാത്രം ചേർക്കണുള്ളൂ. ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റേർഡ് ചൂടാക്കിയ സമയത്ത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേറെ ഒന്നും ചേർക്കണില്ല, അത്രേ ഉള്ളൂ. അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്രൂട്ട്സും കൂടി അരിഞ്ഞു വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂവമ്പഴം എന്നെ വിട്ട് മാറിയിട്ടില്ല, അത് വീണ്ടും എൻ്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട്. ഞാനപ്പോൾ 2 കൂടി നമുക്ക് കഴിക്കാനായിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ആപ്പിളിൻ്റെ ബാക്കി അതിവിടെ ഇരുന്ന് കേടായി പോകുമല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പാക്ക് ഒരിക്കൽ കൊടുത്തതാണ് കേട്ടോ, കുറച്ച് മാങ്ങ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങ ഉപ്പ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതും ഒക്കെ കൂടിയാണ് ഇന്ന് കഴിക്കാൻ പോണത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഷമാമിയിലേക്ക് ഇപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാല് ഒന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണത്. ഇതിൽ ഏലക്കായുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നോമ്പറക്കാനുള്ള സമയമായി. അപ്പോൾ ഇതിങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസി, പിന്നെ ആ കപ്പലണ്ടിയുടെയും അതുപോലെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ശരിക്കും വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയത്താഴത്തേക്ക് കുറച്ച് കറി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ചെമ്മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്, കറിക്കുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി എറിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാല ഒന്ന് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കുകയാണ്, മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കണില്ല, ഇത് വെറുതെ ഇങ്ങനെ ഒന്ന് കുടമ്പുളി ഇട്ട് വറ്റിച്ച പോലത്തെ ഒരു കറി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വഴന്ന് വരുന്ന നേരം കൊണ്ട് നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് 2ആക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചെമ്മീൻ ഇവിടെ ഇങ്ങനെ വലിയ ചെമ്മീനൊന്നും മുഴുവൻ അവിടെ കിടക്കണ ആർക്കും ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അതും വാടി വന്നപ്പോൾ നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത ജാറിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് ചെമ്മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ കറി എന്ന് പറയുന്നത് നന്നായിട്ട് വറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കേണ്ടത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മതിയില്ല നമ്മുടെ ഇടയത്താഴത്തേക്ക് ആണ്, പിന്നെ ബാക്കി വന്നാൽ ആരും കഴിക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പത്തിരിയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മളുടെ രാത്രിയിട്ടുള്ള ഭക്ഷണം. പിന്നെ ഇടയത്താഴത്തേക്കാണ് ചോറും ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് അന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.